അല്ല, അതാ പറഞ്ഞ് ഞാൻ MP ആവാനാണ് വന്നിരിക്കുന്നത്. MP ആയാൽ ഒരു കേന്ദ്രമന്ത്രിയേക്കാൾ മികച്ച രീതിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു എക്കോസിസ്റ്റം എൻ്റെ പാർട്ടിക്കുണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞു, വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു. ഇതിനിടയ്ക്ക് ചോദിച്ച 4-5 മാധ്യമപ്രവർത്തകരെടുത്ത് പറഞ്ഞു. എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് എൻ്റെ തൊഴിലിൽ നിന്നാണ്, രാഷ്ട്രീയത്തിൽ നിന്നൊട്ടുമേ ഇല്ല. ഞാൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അല്ലാതെ തന്നെ ജനങ്ങൾക്ക് കൊടുത്തെങ്കിലേ ഉള്ളൂ. അത് നമ്മളിപ്പം റെഫർ ചെയ്യാൻ പാടില്ല. എൻ്റെ കണക്കൊക്കെ വേണമെങ്കിൽ തരാം. ഇനിയിപ്പം വോട്ടൊന്നും കിട്ടത്തില്ലല്ലോ എൻ്റെ പേരിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, എല്ലാ കണക്കും തരാം. അപ്പോൾ ഒരു മന്ത്രിയാവണമെന്നില്ല. എൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ 350, 370, 404, 444 എത്രയായാലും അതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണ്ടേ. അതിൽ നിന്നൊരു പാർലമെൻ്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുത്ത് ആ ലീഡറും പാർട്ടിയുടെ മറ്റ് നേതാക്കളും മെറിറ്റ് പരിശോധിച്ച്, പൊളിറ്റിക്കൽ സീനിയോറിറ്റി പരിശോധിച്ച്, പിന്നെ നമുക്ക് ജാതി സമവായങ്ങളെല്ലാം പരിഗണിച്ച് അങ്ങനെ തന്നെയല്ലേ എല്ലാവരും സൃഷ്ടിക്കുന്നു. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ഭാഗമായി പോയില്ലേ. അപ്പോൾ ആ രീതിയിലെല്ലാം പരിഗണിച്ച് വരും. പക്ഷേ അതിനകത്ത് അവസാനത്തെ ടേക്കർ ഞാനായിരിക്കും. ഐ വിൽ ബി ദ ലാസ്റ്റ് ടേക്കർ ഓർ ടു പുട്ട് എ സ്റ്റേക്ക്. നോ, അതിനല്ല ഞാൻ വന്നിരിക്കുന്നത്. എനിക്കാവശ്യം, ഞാൻ എൻ്റെ പ്രധാനമന്ത്രിയോടും രാജ്യരക്ഷാമന്ത്രിയോടും ഗൃഹമന്ത്രിയോടും പറഞ്ഞിരിക്കുന്നത്, എൻ്റെ സിനിമാ പ്രവർത്തനത്തിന് എനിക്കൊരു ഈസ് തരണം 2 വർഷത്തേക്ക്. എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു 6 മാസം മുമ്പ് വരെയെങ്കിലും എനിക്ക് ആ ഒരു ഈസ് പീരീഡ് കിട്ടണം. കിട്ടി എനിക്ക് സിനിമയും ചെയ്യണം. ഞാനിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ചില പ്രവർത്തനങ്ങളുണ്ട്, അതിനും എനിക്ക് പണം വേണം. അപ്പോൾ അതെനിക്ക് ചെയ്യാൻ സാധിക്കണം. പകരം ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു 25% സാധ്യമാക്കി തരുന്ന 5 വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട്. ആ 5 വകുപ്പ് മന്ത്രിമാർ, ഒന്ന്, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചിലപ്പോൾ അത് ഒരു ഉത്തരവാദിത്വമുള്ള പ്രയോഗമാവില്ല. എങ്കിലും ഞാൻ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ആ 5 വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാർ ചൊൽപ്പടിക്ക് വിട്ടു തരണം. ചൊൽപ്പടി എന്ന് പറയുന്നത് എൻ്റെ ജനങ്ങളുടെ ചൊൽപ്പടിയാണ്, എൻ്റെ വോട്ടേഴ്സിൻ്റെ ചൊൽപ്പടിയാണ്. എനിക്ക് തൃശ്ശൂരിന് വേണ്ടി അവർ എന്നെ തിരഞ്ഞെടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കില്ല. തിരഞ്ഞെടുക്കപ്പെട്ടാൽ കേരളത്തിന് വേണ്ടി എന്ന് തന്നെയാണ്. ഇലക്ഷൻ കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ വോട്ടൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് തുറന്നു പറയുകയാണ്, കേരളത്തിന് വേണ്ടി വർത്തിക്കുന്ന ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ആളായിരിക്കും ഞാൻ. ഈ തൃശ്ശൂരിലെ കള്ളവോട്ടാരോപണമൊക്കെ LDF-ഉം UDF-ഉം ഒരുപോലെ BJP-ക്കെതിരെയാണ് ഉന്നയിക്കുന്നത്.